PC എന്ന ഇൻഷ്യലിലുള്ള 3 നേതാക്കൾ കോട്ടയം ജില്ലയിൽ ചാടിക്കളിച്ചു തുടങ്ങിയിട്ട് കാലം കുറയായി. മുന്നണി മാറാനും പാർട്ടി വിടാനും ഒരു ഉളുപ്പും ഇവർക്കില്ല എന്ന രഹസ്യം പരമസത്യമാണ്. ഇവർ മുന്നോട്ട് പോകുന്തോറും വളർച്ച പിന്നോട്ടാണെന്നുള്ള ഒരു സമാധാനം കോട്ടയം ജില്ലയിലെ വോട്ടർമാർക്ക് ഇപ്പോഴുണ്ട്. സ്വന്തം കാര്യം നോക്കാൻ വേണ്ടി ഏത് പ്രത്യയശാസ്ത്രത്തെയും ഇവർ താൽക്കാലികമായി വരിക്കുമെന്നത് ഇവരുടെ സ്വാർത്ഥതയുടെ അടയാളമായി ഇന്നും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചാ വിഷയമാണ്. 3-ലധികം PC-കൾ കോട്ടയം ജില്ലയിൽ നിന്നും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ എങ്കിലും ഇതിൽ എടുത്തു പറയേണ്ടവർ PC തോമസ്, PC ജോർജ്, PC ചാക്കോ എന്നിവരാണ്. ആദ്യം PC തോമസിനെ പറ്റി പറയാം. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തനായിരുന്ന ആഭ്യന്തരമന്ത്രി PT ചാക്കോയുടെ മകനായി ജനിച്ചതുകൊണ്ട് കേരള കോൺഗ്രസ് നേതാവ് KM മാണി സാർ രാഷ്ട്രീയത്തിൽ അവതരിപ്പിച്ച വ്യക്തിയാണ് PC തോമസ്. തൻ്റെ കന്നി അംഗം വാഴൂർ അസംബ്ലി മണ്ഡലത്തിൽ കാനം രാജേന്ദ്രനുമായി ആയിരുന്നു മത്സരത്തിൽ തോറ്റെങ്കിലും 1989 മുതൽ മൂവാറ്റുപുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും 6 പ്രാവശ്യം മത്സരിച്ച് ജയിക്കുവാൻ സാധിച്ചു. ഇതിൽ 5 പ്രാവശ്യം കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു. 2001 വരെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു PC തോമസ്. KM മാണിയുടെ മകൻ ജോസ് KM മാണി രാഷ്ട്രീയത്തിൽ പ്രവേശനം ആണ് PC തോമസിനെ മാണിയുമായി തെറ്റാൻ ഉണ്ടായ കാരണം. 2001 മാണി ഗ്രൂപ്പ് വിട്ട് ദേശീയ കർഷക മുന്നണിയുമായി മുന്നോട്ട് പോയി. ഇന്ത്യൻ ഫെഡറൽ ഡെമോക്രാറ്റിക് പാർട്ടി രൂപീകരിച്ചു. BJP നയിക്കുന്ന NDA മുന്നണിയിൽ ചേർന്ന് വായ്പോയി മന്ത്രിസഭയിൽ സഹമന്ത്രിയായി. എന്നാൽ 2004 ജോസ് KM മാണിയോട് ജയിച്ചു. പിന്നീട് NDA വിട്ടു PJ ജോസഫിനൊപ്പം നിന്നും. 2010 PJ മുന്നണിയിൽ ലയിച്ചതിനെ തുടർന്ന് കേരള കോൺഗ്രസ് ലയനവിരുദ്ധ വിഭാഗം എന്ന പാർട്ടി ഉണ്ടാക്കി LDFിൽ തുടർന്നു. കറിയ തോമസ് വിഭാഗവുമുള്ള എതിർപ്പിനെ തുടർന്ന് 2015 LDFിൽ നിന്നും ഇറക്കി വിട്ടു. വീണ്ടും BJP മുന്നണിയിൽ. കോട്ടയം പാർലമെൻറ്റിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 3-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രതിനിധിയായിരുന്ന ജോർജ് പല പ്രാവശ്യം ഗ്രൂപ്പ് മാറി ജോസഫായി മത്സരിക്കുകയുണ്ടായി. മാണിയും ജോസഫ് ഒന്നിച്ചപ്പോൾ കേരള കോൺഗ്രസ് സെക്കുലർ എന്ന പാർട്ടി ഉണ്ടാക്കി. മാണി ഗ്രൂപ്പിൻ്റെ വൈസ് ചെയർമാനായിരുന്നു. 1977 തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് പ്രതിനിധിയായിരുന്ന VJ ജോസഫിനെ കാലുവാരാൻ ശ്രമിച്ചു എന്ന ആരോപണത്തെ തുടർന്ന് കഴമ്പുണ്ടെന്ന് തോന്നിയതിൽ കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും പുറത്താക്കി. പിന്നീട് ജോസഫ് ഗ്രൂപ്പിൽ ചേരുകയാണ്. പിന്നെ ആ പാർട്ടിയിൽ നിന്നും മാറിയാണ് കേരള കോൺഗ്രസ് സെക്കുലർ രൂപീകരിച്ചു. ആ സമയത്ത് PC ജോർജ് LDFിലായിരുന്നു. പിന്നെ 2017 കേരള ജനപക്ഷ എന്ന പാർട്ടിക്ക് ജന്മം നൽകി. 2011 UDF സർക്കാർ 2015 ഏപ്രിൽ 8 വരെ ക്യാബിനറ്റ് പദവിയോടുകൂടി നിയമസഭയിൽ ചീഫ് വിപ്പായിരുന്നു കൊണ്ട് സർക്കാരിനെ മറിച്ചിടാൻ ശ്രമിച്ചു. വിവാദങ്ങൾ കൂടപ്പിറപ്പായ PC അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു പെണ്ണിനെ മുന്നിൽ നിർത്തിയുള്ള ആരോപണം ഉന്നയിക്കുകയുണ്ടായി. വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്നത് പോലെ ആ പെണ്ണിൻ്റെ ലൈംഗിക ആരോപണ പരാതിയിൽ PC ജോർജ് അകത്താകുകയുണ്ടായി. LDFും UDFും അടുപ്പിക്കില്ല എന്ന് മനസ്സിലാക്കിയ PC ഇപ്പോൾ BJPയിൽ അഭയം തേടിയിരിക്കുകയാണ്. അടുത്തത് PC ചാക്കോ. KSUവിൽ പ്രവർത്തനം തുടങ്ങിയ മുതൽ PC ചാക്കോ കോൺഗ്രസിലെ ഓരോ ഗ്രൂപ്പിലും ചേർന്ന് സ്ഥാനമാനങ്ങൾ നേടിക്കൊണ്ടിരുന്നു. ഇടതുപക്ഷവും വലതുപക്ഷവുമായും പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. 1980 പിറവത്ത് നിന്ന് നിയമസഭയിലേക്ക് ജയിച്ചത് മുതൽ 6 പ്രാവശ്യം ലോക്സഭയിലേക്ക് മത്സരിച്ചു. 4 പ്രാവശ്യം വിജയിച്ചു, 2 തോൽവി. കോട്ടയത്തും തോറ്റു, ചാലക്കുടിയിലും തോറ്റു. കോൺഗ്രസിൽ നിന്നും എല്ലാം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഇനി മത്സരിക്കാൻ സീറ്റ് കിട്ടില്ല എന്ന് ഉറപ്പിച്ച് 2021 മാർച്ച് 10 ഈ 77 വയസ്സുകാരൻ പാർട്ടി വിട്ടു. 2021 മാർച്ച് 16 NCPയിൽ ചേർന്നു. അവിടെ ഗ്രൂപ്പുകൾ തുടങ്ങി.